സലാം, എവിടെയാണ്? പല ബൂത്തുകളിലും ഇപ്പോഴും ക്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഉച്ചയ്ക്കൊരു ചെറിയ കുറവുണ്ടായിരുന്നു വോട്ടേഴ്സിനെ സംബന്ധിച്ച്, പക്ഷെ വൈകിട്ട് കൂടുന്ന കാഴ്ചയായിരുന്നു പോളിംഗ് ശതമാനവും. ഇതിന്റെ കോഴിക്കോടിന്റെ ഗ്രാമപ്രദേശങ്ങളിലും സമാന രീതിയിലാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, നടരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ രാവിലെ ഉണ്ടായിരുന്ന പോളിംഗിന്റെ ആവേശം വൈകുന്നേരങ്ങളിൽ ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിൽ എല്ലായിടത്തും 6 മണിക്ക് ശേഷം ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ ഈ ക്യൂ നീണ്ടുപോകുകയോ ആ രീതിയിൽ വോട്ടർമാർ ഉള്ള ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുള്ളത് നാദാപുരത്തെ ഒരു ബൂത്തിലാണ്. ഇവിടെയും പോളിംഗിന്റെ അവസാനിച്ചു. അങ്ങനെ സീലിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം, ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം കഴിഞ്ഞ തവണത്തെ പോളിംഗ് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 79% ഇതുവരെയുള്ള ഈ സമയം വരെയുള്ള പോളിംഗ് എങ്കിൽ, അല്ലെങ്കിൽ ആകെ പോളിംഗ് എങ്കിൽ ഈ വർഷം 76.36% മാത്രമാണ് ഈ ജില്ലാ പഞ്ചായത്തുകളിലേക്കും ത്രിതല പഞ്ചായത്തുകളിലെ ആകെ പോളിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിട്ടാണ്. ഇനി ഒരു പക്ഷേ കൂടുതൽ അല്ലെങ്കിൽ കൃത്യമായ ഡാറ്റ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ 1-2% വ്യത്യാസമുണ്ടായാൽ പോലും കഴിഞ്ഞ തവണത്തെ അത്ര പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കോഴിക്കോട് ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിൽ, അതായത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടിംഗ് ശതമാനം ഇനി നിലവിൽ വന്ന കണക്ക് പ്രകാരം 76.36% കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നിലവിൽ എവിടെയും ഈ രീതിയിലുള്ള ക്യൂ നീണ്ടുപോകുന്ന സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചില പ്രശ്നങ്ങളുണ്ടായത് ചില വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് 1-2 ബൂത്തുകളിൽ ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായതുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് അല്പസമയം തടസ്സപ്പെട്ടെന്നാൽ പെട്ടെന്ന് തന്നെ അത് പുനഃക്രമീകരിച്ച് വോട്ടിംഗ് പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായത് കല്ലാച്ചിയിലാണ്. കോഴിക്കോട് നാദാപുരം പഞ്ചായത്തിലെ കല്ലാച്ചി, 2ാം വാർഡായിട്ടുള്ള കല്ലാച്ചി MLP സ്കൂൾ എന്ന് പറയുന്ന ബൂത്തിൽ ഈ ഇരട്ട വോട്ടുള്ള ഒരാൾ മറ്റൊരു സ്ഥലത്ത് വോട്ട് ചെയ്തതിനു ശേഷം പിന്നീട് ഇവിടെ എത്തി വീണ്ടും വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് ബൂത്ത് ഏജന്റുമാർ തടയുകയും അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക്